ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. ഏകദേശം 14.4 സെൻറ്റ് സ്ഥലവും വീടും ആവശ്യമാണെങ്കിൽ അത്തരത്തിലും, അതല്ല 8.4 സെൻറ്റ് സ്ഥലം വീടും ആണെങ്കിൽ ആ രീതിയിലും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. ഏകദേശം ടാറിങ് റോട്ടിലേക്ക് 52 അടിയോളം ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു 6 സെൻറ്റും ബാക്ക് സൈഡിലായിട്ട് ഒരു 8.4 സെൻറ്റും, ഈ രണ്ടും കൂടി ഒരുമിച്ചാണ് 14.4 സെൻറ്റ് സ്ഥലം. മൊത്തം 14.4 സെൻറ്റ് സ്ഥലവും വീടും മൊത്തം വിൽപ്പനയും. അതല്ല എങ്കിൽ ബാക്ക് സൈഡിൽ 8.4 സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം ഏകദേശം 6 സെൻറ്റ് വരുന്നത് ഒരു സ്ക്വയർ പ്ലോട്ടാണ്. ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലെ വീട് സ്ഥലമാണെങ്കിൽ ഇതുപോലെ വഴി തിരിച്ച് ബാക്ക് സൈഡിലേക്ക് വഴി തിരിച്ച് 8.4 സെൻറ്റ് സ്ഥലവും കാര്യങ്ങളാണ്. ടാറിങ് റോട്ടിൽ നിന്നാണ് ഈ സ്ഥലം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇത് 6 സെൻറ്റിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരും. അതിനു മുൻപ് നമ്മൾ ജില്ലയിലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വിവിധ ബഡ്ജറ്റിലുള്ള വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര പ്രദേശത്താണ്. എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒല്ലൂക്കര മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒല്ലൂക്കര പ്രദേശത്താണ് ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ഫ്രണ്ട് സൈഡിൽ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാറ് കയറ്റിയിടുന്നതിന് ഉൾപ്പെടെ, അതുമല്ലെങ്കിൽ നല്ല രീതിയിൽ മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. ഈ വീട് താഴത്തെ ഭാഗത്ത് നിലവിൽ ലീസിന് കാര്യങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. മുകൾ ഭാഗത്ത് ഓണർ താമസിക്കുന്നുണ്ട്. എന്നിരുന്നാലും റെൻറ്റിനും, മുകൾ ഭാഗത്ത് റെൻറ്റിനും കൂടി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഭാഗങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, അത്യാവശ്യം വീടിൻ്റെ ഉൾഭാഗത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് നമ്മൾക്ക് ഒരു സിറ്റ് ഔട്ട്, ലിവിങ്, അതുപോലെ തന്നെ ഡൈനിങ്, 2 കിച്ചൺ ഉണ്ട്, അതുപോലെ വർക്ക് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂം, ആ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. മുകൾ ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂം ഉണ്ട്, ആ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു ഹാളുണ്ട്, അതുപോലെ തന്നെ ഒരു കിച്ചൺ ഉണ്ട്, അതുപോലെ ഓപ്പൺ ഏരിയയാണ്. അത്തരത്തിലാണ് നമ്മൾക്ക് 2 ഫ്ലോറിലായിട്ട് വരുന്നത്. താഴത്തെ ഭാഗത്ത് ഓൾറെഡി ലീസിന് ആണ് താമസിക്കുന്നത്. മുകൾ ഭാഗത്ത് ഓണറാണ് താമസിക്കുന്നത്. ആവശ്യമാണെങ്കിൽ ഈ വീട് ഒറ്റയ്ക്ക് ആക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന കോണി തൽക്കാലം അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് മാറ്റുകയാണെങ്കിൽ നല്ല ഒരു വീടും സ്ഥലവുമായി, ഏകദേശം മൊത്തത്തിലാണ് വാങ്ങുന്നതെങ്കിൽ നല്ല ഏരിയയിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള, നല്ല സ്ഥല സൗകര്യം ഉൾപ്പെടെ, വീടിൻ്റെ ഉള്ളിലെ സൗകര്യം ഉൾപ്പെടെ നല്ലൊരു വീടാക്കി മാറ്റുവാനും വീടായി ഉപയോഗിക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. 2ാം നിലയുടെ മുകൾ ഭാഗം വരുന്നത് ട്രസ് വർക്ക് നടത്തിക്കൊണ്ട് ഓടാണ് മേഞ്ഞിരിക്കുന്നത്. അടിഭാഗത്തായിട്ട് ജിപ്സം ബോർഡ് അടിച്ച് സീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലാണ് മുകൾ ഭാഗത്തെ റൂഫ് വരുന്നത്.
ജിപ്സം ബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പോർഷൻ വരുന്നത് അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 15 വർഷത്തെ പഴക്കമുണ്ട്. മുകൾ ഭാഗത്തെ അപ്സ്റ്റെയറിലെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 7 കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത്. അത്തരത്തിൽ വഴിയടക്കം ടാറിംഗ് റോഡിനോട് ചേർന്ന് വഴിയടക്കം 8.25 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് വീടും അത്തരത്തിലാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 8.25 സെൻറ്റ് സ്ഥലത്തിൽ വഴിയടക്കം വരുന്ന സ്ഥലത്തിലാണ് കിണർ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിണർ 8.25 സെൻറ്റ് സ്ഥലത്തിലാണ് പെടുന്നത്. വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വെള്ളം കയറാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 8.25 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ്. അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് കിടക്കുന്ന 6 സെൻറ്റ് പ്ലോട്ട് ഉൾപ്പെടെ ടാറിംഗ് റോഡിലേക്ക് ഏകദേശം 62 അടിയോളം ഫ്രണ്ടേജ്, 65 അടിക്ക് ഫ്രണ്ടേജിന് താഴെയായി മൊത്തത്തിലാണ് ഈ വീടും സ്ഥലവും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 14.25 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 2100 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടും മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,25 ലക്ഷം രൂപയാണ്. എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഇനി മുൻപിൽ കിടക്കുന്ന വീടിൻ്റെ മുൻവശത്ത് കിടക്കുന്ന 6 സെൻറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ അത്തരത്തിൽ കൊടുക്കുന്നതല്ല. ഒന്നില്ലെങ്കിൽ 8.25 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ് വീടും, അല്ലെങ്കിൽ 14.25 സെൻറ്റ് സ്ഥലവും ഈ വീടും അത്തരത്തിലാണ് കൊടുക്കുന്നത്. പ്ലോട്ട് ഒറ്റയ്ക്ക് കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിലാണ് ഓണർ നമ്മുടെ അടുത്ത് വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ള ഡീറ്റെയിൽസ് സഹിതം പറഞ്ഞിട്ടുള്ളത്. 8.25 സെൻറ്റ് സ്ഥലം ടാറിംഗ് റോഡിനോട് ചേർന്ന് വഴിയടക്കമാണ് 8.25 സെൻറ്റ് സ്ഥലമുള്ളത്. ആ സ്ഥലത്താണ് കിണർ നിൽക്കുന്നത്. ഇവർ വാഹനം ഉപയോഗിച്ചിരുന്നത് കാറായാലും വലിയ കാറുകളും കാര്യങ്ങളും ഇവരുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻവശത്ത് ഗേറ്റിനോട് ചേർന്ന് വഴി ഉൾപ്പെടെ ഇവരുടേതായ കാരണം ആ മുൻവശത്ത് തന്നെ ഷീറ്റടിച്ച സ്ഥലത്താണ് ഇവരുടെ കാറ് പാർക്ക് ചെയ്തിരുന്നത്. എന്നിരുന്നാലും വീടിൻ്റെ മുൻവശത്തേക്ക് വാഗണറും അതുപോലെ ഷിഫ്റ്റ് കാറും അത്യാവശ്യം ഇന്നോവ കറക്റ്റായി കടന്നു വരാവുന്ന രീതിയിലാണ്. അവിടെ കിണർ ഒരു ടൈറ്റായ രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഇവരുടെ സ്വന്തം കിണറാണ്. കിണറിൻ്റെ വട്ടത്തിലുള്ള ആ ഭാഗം ഒന്നും കൂടി ചെറുതാക്കുകയാണെങ്കിൽ ഏത് വലിപ്പമുള്ള കാറും കടന്നു വരാവുന്ന രീതിയിലുള്ള വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നമ്മൾ എല്ലാ വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും വിശദമായ വിവരങ്ങൾ നമ്മൾ ചാനലിൽ അവതരിപ്പിച്ചതിന് ശേഷം എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഏർപ്പാടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേവലം നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത്ര സെൻറ്റ്, ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര ബെഡ്റൂം, ഇന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പല ആളുകൾ വരികയും ഫോട്ടോയിലും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും വലിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് സഹിതം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഡീറ്റെയിൽസ് സഹിതം നമ്മുടെ ചാനലിൽ കൊടുക്കുന്നത്. അതിനുശേഷം നേരിട്ട് ഫോണിൽ കൂടെ കോൺടാക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വീടുകൾ സ്ഥലങ്ങളായാലും കൊണ്ടുവന്ന് കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ യാത്രാ സൗകര്യം ഞാൻ മുൻപേ പറഞ്ഞു. എന്നിരുന്നാലും അത്യാവശ്യം ഇതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങൾ പറയാം. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 4-4.5 കിലോമീറ്റർ അല്ല മാക്സിമം 5 കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ. ബസ് റൂട്ട് 1/2 കിലോമീറ്റർ. അതുപോലെ തന്നെ വിക്ടറി കോളേജ് ഏകദേശം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ. ഡോൺ ബോസ്കോ കോളേജ് 3/4 കിലോമീറ്റർ. മണ്ണുത്തി സെൻറ്റർ ഏകദേശം 1 കിലോമീറ്റർ. ക്രിസ്ത്യൻ പള്ളി 1.5 കിലോമീറ്റർ. അമ്പലം 1/2 കിലോമീറ്റർ. അതുപോലെ തന്നെ മുസ്ലിം പള്ളി 1.25 കിലോമീറ്റർ. ഈ വീടിൻ്റെ അവിടെ നിന്നും നാഷണൽ ഹൈവേ പാലക്കാട് നിന്നും തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം ഒക്കെ പോകുന്ന നാഷണൽ ഹൈവേ ആയിട്ടുള്ള
ആ ഭാഗത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ്. ഇത് എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.